നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അറിയേണ്ടത് അതിനി എന്തായാലും നിന്നെ അറിയിച്ചിരിക്കും. പക്ഷേ എല്ലാം അറിയണമെന്ന് വാശി പിടിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അറിയിക്കേണ്ടത് കൃത്യമായി ഞാൻ അറിയിക്കും. എനിക്കിഷ്ടമില്ലാത്തൊന്നും എൻ്റെ പെണ്ണ് ചെയ്യരുതെന്ന് കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. ഷാഹിദ് കുറച്ചുകൂടി അവൾക്കരികിലേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു. എൻ്റെ പെണ്ണ്. ആ വാക്കുകൾ മാത്രമാണ് അവളെ പൊള്ളിച്ച്. ഞാൻ നിന്റെ അല്ല, എന്നിൽ നിനക്കൊരു അവകാശവുമില്ല. എൻ്റെ ഉയിരോട് ചേർന്ന് പോയൊരുത്തനുണ്ട്. അവനിലേക്ക് ചേരാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. ഒടുവിൽ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നിട്ട് ഞാൻ വരും, നിന്നോട് പകരം ചോദിക്കാൻ. മനസ്സുകൊണ്ട് പാത്തു അവനോട് കലഹിച്ചു. ഷാഹിദ് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി നിൽപ്പായിരുന്നു. അവളെന്തെങ്കിലും എതിർപ്പ് പറയുമെന്ന് അവൻ കരുതിയെങ്കിലും അവളൊന്നും മിണ്ടാതിരികെ മുറിയിലേക്ക് കയറി വാതിലൽപ്പം ഉറക്കെ തന്നെ അടച്ചുകൊണ്ട് കുറ്റിയിട്ടു. അവളുടെ ആ പ്രവൃത്തി അവനേറെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അവളുടെ മുറിയുടെ മുന്നിൽ നിന്നും തിരിഞ്ഞടക്കുമ്പോൾ വീണ്ടും കണ്ണുകൾ കൂടുതൽ ജാഗ്രതയോടെ ആരെയോ തേടിക്കൊണ്ടിരുന്നു. താൻ ഊഹിച്ച പോലെ അവൻ, ആ ക്രിസ്റ്റി ഫിലിപ്പ്, അവനോട് വന്നുവെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നീ വലിയ മിടുക്കനായിട്ട് തിരികെ പോയിരിക്കും. പക്ഷേ ഇനി ഞാനൊരുക്കുന്ന കെണിയിൽ നിന്നും സാക്ഷാൽ പടച്ചോന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കാത്തിരുന്നോ നീ ക്രിസ്റ്റി ഫിലിപ്പ്. തിരികെ ഇറങ്ങുമ്പോൾ അവൻ്റെ പല്ലുകൾ ദേഷ്യം കൊണ്ട് ചേർന്ന് അമർന്നിരുന്നു. വിറക്കുന്ന കൈകൾ കൊണ്ട് ആസിയുമ ഷാനവാസിന്റെ മുഖത്ത് തലോടി. 1000 നക്ഷത്രങ്ങൾ ആ കണ്ണിൽ പൂത്തുലഞ്ഞു കാണുന്നുണ്ട്. ഇമ്മാക്ക് പെരുത്ത് സന്തോഷായി ഷാനു. എൻ്റെ എത്ര കാലത്തെ പ്രാർത്ഥനയാണെന്നറിയോ അണക്ക്? ആ പറഞ്ഞത് ശരിയാണ്. സന്തോഷം കൊണ്ട് അവരുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. സാരല്ലുമ്മ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ. ഇതിപ്പോൾ ഇപ്പോഴാ പടച്ചു എനിക്ക് വിധിച്ചെന്ന് കരുതിയാൽ മതി. ഷാനവാസ് ചിരിയോട് അവിടെ മെല്ലിച്ച കൈകൾ മുറുകെ പിടിച്ചു. പറയുമ്പോഴൊക്കെ എൻ്റെ ഒരു ലൊടുക്ക് ന്യായം കൊണ്ട് വന്നിട്ടിപ്പോൾ സമയമായില്ല പോലും. അവരവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ആര് പെണ്ണ് തരും? ഉമ്മാൻ്റെ പുന്നാരമോന് 25 വയസ്സ് 10-40 കഴിഞ്ഞു. ചെറിയ ചെക്കന്മാർ പോലും കെട്ടാനൊരു പെണ്ണിനെ കിട്ടാണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഇക്കാലത്താ ഞാൻ ചെല്ലുന്നത്. ആടി കിട്ടാൻ ഞാൻ ഭാഗ്യം. ഷാനവാസ് ആടി കൈ കൊടുത്തുകൊണ്ട് സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. നന്നായി പോയടാ, കിട്ടി അങ്ങോട്ട് സഹിച്ചു. നല്ല പ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ, അങ്ങനെ തന്നെ വേണം എനിക്ക്. അതും പറഞ്ഞ് ആസിയും ഉറക്കെ പൊട്ടിച്ചിരിച്ചു പോയി. ആവശ്യതയെല്ലാം അവർ മറന്നുപോയതുപോലെ. താനൊരു വിവാഹത്തിന് സമ്മതിച്ചു എന്ന അറിവ് തന്നെ അവർക്കൊരു പുതിയ പ്രതീക്ഷ കൊടുത്തതുപോലെ. ഷാനവാസ് ഏറെ സ്നേഹത്തോടെ അവരുടെ കൈപ്പിടിച്ച് താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. എന്നിട്ട് അവരുടെ അരികിൽ ചേർന്നിരുന്നു. ഒന്നും ഉണ്ടാവില്ല ഷാനു, അണക്ക് പറ്റിയൊരു പെണ്ണി ദുനിയാവിൽ എവിടേക്കോ ഉണ്ടടാ. ഉമ്മാൻ്റെ കുട്ടി ഓടെ ഒന്ന് കണ്ടുപിടിച്ചേണ്ട താമസേ ഉള്ളൂ. ശ്രമിച്ചാൽ നടക്കാത്തായിട്ട് എന്താടാ ഷാനു ഉള്ളത്? ഈ ജങ്ങട്ട് ഇറങ്ങി നോക്കടാ മോനെ. ആസിമ സ്നേഹത്തോടെ അവൻ്റെ തോളിൽ ചാരിക്കൊണ്ട് പറഞ്ഞു. ഷാനവാസിന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു. അത് കേട്ടത് അന്നോളം അങ്ങനെയൊരു സ്വപ്നം പോലും ഉണ്ടായിട്ടില്ല. ഈ ജന്മം മുഴുവൻ ഉമ്മാക്ക് വേണ്ടിയെന്നായിരുന്നു മനസ്സിൽ. ഇന്നിപ്പോൾ നനുത്തൊരു മന്ദഹാസത്തോടെ ഹൃദയത്തിലേക്ക് വയ്യാത്ത കാലുകൾ വലിച്ച് നീക്കിക്കൊണ്ടൊരുവൾ എത്ര വേഗത്തിലാണ് കയറി കൂടിയിരിക്കുന്നത്. ഓർക്കുമ്പോൾ തൻ്റെ ചുണ്ടിലൊരു ചിരി പകരാൻ പാകത്തിന് സന്തോഷം നിറച്ചുകൊണ്ട് ആസിമ വീണ്ടും എന്തൊക്കെയോ സ്വപ്നങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നടന്നു കാണാനും ആ സന്തോഷം അനുഭവിക്കാനും എൻ്റെ ഉമ്മാക്ക് നീ ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ പടച്ചോനെ എന്ന് മോഹമായി ഹൃദയം നൊന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഷാനവാസ്. അപ്പോഴും നീ കയറുന്നില്ലേ? വീട്ടിലേക്ക് തിരികെത്തിയും ക്രിസ്റ്റി ചോദിച്ചു. അകത്തേക്ക് ചെന്നിട്ട് പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കാണാൻ ഒരുപാട് കൊതിയുണ്ടായിട്ടും നേരം ഒരുപാടായെന്ന് കാരണം പറഞ്ഞിട്ട് ഫൈസി ഒഴിഞ്ഞു. ഇന്നിനി വേറെ വെളിച്ചം കൊടുപ്പൊന്നുമില്ലല്ലോ? ക്രിസ്റ്റിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഫൈസി ചോദിച്ചു. അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? അല്ല, നിനക്ക് പ്രണയം തലക്ക് പിടിച്ച് പിരിപോയി നിൽക്കുക. ചുറ്റുള്ളതിനെയൊന്നും കാണില്ല. അവിടെ ഒരുത്തം നിനക്കായിട്ട് വലവിരിച്ചുകൊണ്ട് കാത്തിരിപ്പുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാ, ഫൈസി ഗൗരവത്തോടെ പറഞ്ഞു. ആ പ്രണയം അങ്ങനെയാണെന്ന് ഒരിക്കലും പ്രണയിക്കാത്ത നിനക്കെങ്ങനെ അറിയാടാം ഓനെ ഫൈസി? ഫൈസി പെട്ടതുപോലെ നിമിഷം നിന്നുപോയി. ഇവനിത് എന്ത് ഭാവിച്ചെൻ്റെ പടച്ചോനെ? പഹയൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ഇടനെഞ്ചിലാണ് പൊട്ടിച്ചിതറുന്നെന്ന് ഇവൻ അറിയുന്നുണ്ടോ? അവളെന്ന് അറിയിച്ചിട്ട് ആ ഉത്തരം കേട്ട അതിനി എന്തായാലും ഇവനോടൊന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിലെ ഒളിച്ചെളിയുടെ ഭാരം ഒഴിവാക്കായിരുന്നു. എന്തോന്നടേ ഇത്രയും ഓർക്കാൻ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. സിലബസിലില്ലാത്ത ചോദ്യം ചോദിച്ചും പോരാ ഓൻ്റെ ഒരു. ഫൈസി അവസാനിടവന്നോണം പള്ളിയടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അത് വിടുമോനെ, നീ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. ക്രിസ്റ്റി വിടാനുള്ള ഭാവമില്ല. എടാ അതിപ്പോ ഇതൊക്കെ അറിയാം. പ്രണയം വേണമെന്നുണ്ടോ?
ഞാൻ കാണുന്നതല്ലേ, നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെ ഇവിടെ ഒരുത്ത നിലാവിന്റെ തോഴനെ പോലെ ചുറ്റിത്തിരിയുന്നു. അത്രയൊക്കെ അറിയുമതി തൽക്കാലം ഇതൊക്കെ പറയാൻ. ഫൈസി പറഞ്ഞിട്ടും ക്രിസ്റ്റി ഒന്ന് തലകുലുക്കി. ഓ അങ്ങനെയാണല്ലേ, ശരി ആയിക്കോട്ടെ. ക്രിസ്റ്റി ചിരിയോടെ സമ്മതിച്ചു കൊടുത്തു. ശരിയെന്നാ ഞാൻ പോയി. അതും പറഞ്ഞുകൊണ്ട് ഫൈസി ബൈക്കിലേക്ക് കയറി. എന്താടാ? പോക്കറ്റിൽ മാറി മാറി തിരയുന്ന ഫൈസിയോട് ക്രിസ്റ്റി ചോദിച്ചു. ഡാ കീ കാണുന്നില്ലടാ. ഫൈസി വീണ് ജീൻസിന്റെ പോക്കറ്റിൽ തപ്പിക്കൊണ്ട് പറഞ്ഞു. നീ എവിടെയാടാ വെച്ച്? ഓർത്തു നോക്ക്. എനിക്ക് ഓർമ്മയില്ലടാ, സാധാരണ പോക്കറ്റിൽ ഇടാറുള്ള. എൻ്റെ മുറിയിലുണ്ടോ ഇനി? അറിയില്ല. ഫൈസി കൈമലർത്തി. വാ നോക്കാം. അതും പറഞ്ഞിട്ട് ക്രിസ്റ്റി അകത്തേക്ക് പോകുമ്പോൾ എങ്ങാനും പോകും മുന്നേ പ്രിയപ്പെട്ടവളുടെ മുഖമൊന്ന് കാണാൻ വീണ്ടും അങ്ങോട്ട് കയറാനാക്കി മനപ്പൂർവ്വം അവിടെ വെച്ചതോർത്തുകൊണ്ട് ഫൈസി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഉറങ്ങിയോടാ? അകത്തേക്ക് കയറുമ്പോൾ ഒട്ടൊരു നിരാശയിലാണ് ഫൈസിയുടെ ചോദ്യം. ഒരൊറ്റ നോക്കിന് വേണ്ടിയാണ് ഈ സാഹസം മുഴുവൻ കാണിക്കുന്നത്. അതിനിയും നടക്കില്ല എന്നായിരുന്നു ആ നിരാശ. സമയം 11 കഴിഞ്ഞു, അതറിഞ്ഞില്ലേ നീ? ക്രിസ്റ്റി ചിരിയോടെ അവനെ നോക്കി. അതൊക്കെ ഒരു സമയമാണ് എൻ്റെ ക്രിസ്റ്റി. മനസ്സിലെ വേദന അടക്കി പിടിച്ചുകൊണ്ട് നേരത്തെ ചിരിയോടെ അത് പറഞ്ഞിട്ട് ഫൈസി അവനൊപ്പം മുകളിലേക്ക് കയറി. ക്രിസ്റ്റി ഇറങ്ങിപ്പോകുന്ന കണ്ടുകൊണ്ടാണ് ഡെയ്സി മുൻവശത്തെ വാതിൽ കുറ്റിയിടാതെ ചാരി വെച്ച്. ഹാളിലെ ഒരു ബൾബ് മാത്രം കത്തി കിടക്കുന്നുണ്ട്. നിനക്ക് കഴിക്കാൻ വല്ല വേണോടാ? മുകളിലേക്ക് സ്റ്റെപ്പ് കയറി നിർത്തി ക്രിസ്റ്റി ഫൈസിയെ നോക്കി. ഏയ് ഞാൻ കഴിച്ചിട്ടാ വന്ന്. അവൻ കയറുന്നതിനിടെ പറഞ്ഞു. അത് കേട്ടതോടെ ക്രിസ്റ്റി അവന് പുറകെ ചെന്നു. മുകളിലേക്ക് എത്തിയതും ഫൈസിയുടെ മുഖം കൂടുതൽ മങ്ങി. അവരെല്ലാം ഉറക്കമായി അടയാളപ്പെടുത്തുന്ന പോലെ അണഞ്ഞു കഴിഞ്ഞ വിളിച്ച് അവനുള്ളിൽ ഇരുട്ട് പടർത്തി. അവിടെ എങ്ങാനും ഉണ്ടോ നോക്കി നിന്റെ കീ. ക്രിസ്റ്റി അവൻ്റെ മുറിയിലേക്ക് കയറിയതും ഫൈസിയോട് പറഞ്ഞിട്ട് നേരെ ബാത്റൂമിലേക്കാണ് പോയത്. മേശയുടെ മുകളിൽ വെച്ച കീ എടുക്കാൻ വേണ്ടി ഫൈസി തിരിഞ്ഞതും കാറ്റുപോലെ പാഞ്ഞു വന്നിട്ട് ഉടുമ്പടക്കം അവനെ എന്തോ ഇറുക്കെ കെട്ടിപ്പിടിച്ചെന്നും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞിരുന്നു. തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആദ്യം ഒരു നിമിഷം ഞെട്ടിപ്പോയെങ്കിലും ചേർന്ന് വന്ന് നിൽക്കുന്നത് സ്വന്തം പ്രാണൻ തന്നെയാണെന്നുള്ള ഓർമ്മ അവനൊന്ന് വിറച്ചുപോയി. പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ചവൾ കരയുകയാണെന്ന് ഷർട്ടിൽ പതിയുന്ന ഇളം ചൂടറിഞ്ഞത് അവൻ മനസ്സിലാക്കി. എന്തു പറ്റിയെന്നോർത്ത് ഹൃദയം പിടഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാതെ നിൽക്കാൻ അവനെപ്പോൾ കഴിഞ്ഞുള്ളൂ. അവളുടെ സാമീപ്യം അവനെ അത്രമേൽ തളർത്തി കളഞ്ഞതുപോലെ ഫൈസി വിറച്ചു. നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ തോന്നിയത് അവൻ വളരെ ശ്രമപ്പെട്ടുകൊണ്ടാണ് ഒതുക്കിയത്. തൻ്റെ ചെറിയൊരനക്കം പോലും അവിടെ ഈ നിൽപ്പ് അവസാനിപ്പിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവൻ ശ്വാസം പോലും വിടാൻ മടിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ക്രിസ്റ്റി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നോടെ ആ ശബ്ദം കേട്ട് തലയുയർത്തി നോക്കിയ മീര പൊള്ളിയതുപോലെ പിടഞ്ഞു മാറി. തിണ്ടി ഇറങ്ങി വരാൻ കണ്ട നേരം. അവളകന്ന് മാറിയതും ഫൈസി പല്ല് കടിച്ചുകൊണ്ട് ക്രിസ്റ്റിയെ തലയിരിച്ച് നോക്കി. എന്തേ മോളെ? ഞെട്ടിത്തിരിച്ചുകൊണ്ട് അവനെയും ഫൈസിയെയും മാറി മാറി നോക്കി വിളറി നിൽക്കുന്ന മീരയോട് അവൻ ചോദിച്ചു. അവനോട് എന്തു പറയുമെന്നറിയാത്തൊരവസ്ഥയിൽ അവളും പകച്ചുപോയിരുന്നു. അതിനേക്കാൾ തനിക്ക് മുന്നിലേക്ക് തിരിഞ്ഞ ഫൈസിയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വർക്കിയോട് അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും സ്വന്തം അച്ഛൻ അയാൾ അത്രയും അടുത്ത് ആദ്യമായി കൺമുമ്പിൽ കണ്ടിട്ടും നീ ആരാന്നുള്ള ചോദ്യം അത് അവളുടെ ഉള്ളിൽ ഒരു കനലുപോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി വരുന്നതും കാത്തുറങ്ങാതെ ഇരുന്നത്, നെഞ്ചിൽ കനം തൂങ്ങിക്കിടന്ന് ശ്വാസം മുട്ടിക്കുന്ന ആ ഭാരം അതൊന്ന് അവൻ അറിയിക്കണം. ആ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറയുന്ന ആശ്വാസവാക്കുകൾ കൊണ്ട് ഉള്ളം തണുപ്പിക്കണമെന്നൊക്കെ കരുതി തന്നെയാണ് വന്നുവെന്ന് മനസ്സിലായതും മറ്റൊന്നും ഓർക്കാതെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിന്നും ഉള്ളിൽ സങ്കടത്തിൻ്റെ ശക്തമായ തിരയുള്ളത് കൊണ്ടാണ്. പക്ഷെ അവനൊപ്പം ഫൈസി കൂടി ഉണ്ടാവുമെന്ന് അവൾ സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ല. ഈച്ചയാണെന്ന് കരുതിയിട്ടാണ് അത്രയും ചേർന്ന് നിന്നത്. ഇപ്പോഴത് ഓർക്കുമ്പോൾ അവൾക്കുള്ളിൽ ഒരു പരവേശമാണ് തോന്നുന്നതും. ഒരക്ഷരം മിണ്ടാ തന്നെയും ഫൈസയും തുറച്ചു നോക്കിയിട്ട് പിന്നെ മിണ്ടാ നിൽക്കുന്ന മീരെ ക്രിസ്റ്റി തോളിൽ പിടിച്ചു വിളിച്ചു. എന്താ പറ്റി? നീ എന്തിനൊക്കെ അറിയുന്നത്? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. പക്ഷെ അതിനുത്തരം പറയാതെ ഫൈസി ഒന്നുകൂടി നോക്കി അവൾ ഇറങ്ങിപ്പോയതും ക്രിസ്റ്റി നെറ്റി വിളിച്ചു. ഈ പെണ്ണിന് ഇത് എന്തു പറ്റി? അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞിട്ട് ക്രിസ്റ്റി ഫൈസിയെ നോക്കി. അവൻ്റെ പറന്നുപോയ കിളികളിൽ ചിലതിനൊക്കെ അവൻ ആട്ടിപ്പിടിച്ച് കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും പൂർണ്ണമായും വെളിവരാത്ത പോലെയാണ് നിൽപ്പ്. ക്രിസ്റ്റിക്ക് അത് കണ്ട് ചിരി വന്നു. നീ എന്നതാണ് എൻ്റെ കൊച്ചിനെ ചെയ്ത്? അവൻ ചിരി നോക്കി ഫൈസിയെ നോക്കി കണ്ണുരുട്ടി. ഞാനെന്തു ചെയ്യാൻ? അവൻ കൈമലർത്തി കാണിച്ച് നിരപരാധിത്വം വെളിവാക്കി. പിന്നെന്തിനാണ് അവൾ കരയുന്നത്? ക്രിസ്റ്റി വീണ്ടും അവനെ നേരെ കൂർപ്പിച്ച് നോക്കി. അത് എന്നോടാണ് ചോദിക്കുന്നത്? നീളെവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ ഇനി നിന്നോടല്ലേ ചോദിക്കേണ്ടത്? ഓഹോ അങ്ങനെയാണോ? എങ്കിൽ കേട്ടോ, ഞാൻ അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എന്തേ? ഫൈസി ക്രിസ്റ്റിയുടെ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ വീറോട് അവനെ നോക്കി. എങ്കിൽ അടിച്ച് നിന്റെ പല്ല് ഞാൻ കുഴിക്കും.
ക്രിസ്റ്റി അവന് നേരെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് കൈ ഉയർത്തിയതും ഫൈസി മുഖം പിന്നിലേക്ക് വെട്ടിച്ചു. എന്നെ നെഞ്ചിക്കറി മാന്തി പറിക്കാതെ ആ പെണ്ണിനെ കരഞ്ഞൊന്ന് പോയി നോക്കൂ നീ. പൊടുന്നതിനെ ഫൈസി വച്ചിട്ടും ക്രിസ്റ്റി ഞെട്ടിപ്പോയി. അല്ല പിന്നെ ഞാൻ അവൾ ഒന്നും ചെയ്യുന്ന എന്നെക്കൾ നന്നായിട്ട് നിനക്ക് അറിയില്ലടാ തെണ്ടി. എന്നിട്ട് നിന്ന് എന്നെ ചോദ്യം ചെയ്യാതെ അവൾ നിനക്ക് കരഞ്ഞൊന്ന് പോയി നോക്കാൻ നിൽക്കും അവൻ. ഫൈസി വീണ്ടും പല്ലുകടിച്ചു. കണ്ണു നിറച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവൾ അവന്റെ ഇടനെഞ്ചിലൊരു മുറിവായി തീർന്നിരിക്കുന്നു. അതിന്റെ നീറ്റിലും പുകച്ചിൽ അവന് സഹിക്കാവുന്നതിൽ എത്രയോ അധികമാണ്. അതിന് നീ അതിനാടാ വെറുതെ ചൂടാവുന്നു? ക്രിസ്റ്റി അവന് മുമ്പിൽ നടുവിന് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു. വേണ്ടടാ, ഞാൻ നിന്നെ പിടിച്ചൊരു അവാർഡ് തരാം, അത് മതിയാവോ? അവന് തൊലിഞ്ഞ ഇച്ച വന്നേക്കുന്നു. ഫൈസി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. അത്രയും നോവുന്നുണ്ടെങ്കിൽ നീ പോയി ചോദിക്കടാ അവളോട് എന്നാ പറ്റിയെന്ന്. ഞാൻ ചോദിക്കും, എനിക്ക് നോവും. പക്ഷെ ഞാൻ ചോദിച്ച അവൾ വല്ല മൊഴിയണ്ടേ? മനുഷ്യന് ജീവൻ പോകുമ്പോഴാ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ നിനക്ക് അറിയോടാ. ഫൈസി വീണ്ടും ക്രിസ്റ്റിക്ക് നേരെ ചാടി. നേരത്തെ ഒരു ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റി ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. അവനെ നിൽപ്പേണ്ടതും താനിപ്പോൾ വിളിച്ചു പറഞ്ഞോർക്കെ ഫൈസിയുടെ മുഖം കുനിഞ്ഞു. പടച്ചോനെ, ഉള്ളിൽ ടെൻഷൻ കൊണ്ട് അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടാ ഇവന്റെ മുന്നിൽ നിന്ന് ഊരിപ്പോരുന്നു? അതെന്താടാ അവളുടെ കണ്ണ് പറയുമ്പോൾ നിനക്ക് മാത്രം നോവുന്നു? അതേ ചിരിയിൽ തന്നെയാണ് ക്രിസ്റ്റിയുടെ ചോദ്യം. ഫൈസി വിയർത്തുപോയിരുന്നു. എടാ അത് പിന്നെ ഞാൻ അന്ന് ആദ്യമായി ഫൈസി ക്രിസ്റ്റിയുടെ മുമ്പിൽ വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. മുഖയുയർത്തി പറയണം അങ്ങോട്ട്. ക്രിസ്റ്റി വീണ്ടും ഫൈസിയെ നോക്കി. അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. നീ എന്താടാ കരുതിയത്? നിന്റെ മനസ്സെനിക്കറിയാം നീ പറയണമെന്നോ? അതേ ചിരിയോടെ ക്രിസ്റ്റിയെ ചോദിക്കുമ്പോൾ ഫൈസി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എനിക്കിത് മനസ്സിലായിട്ട് നാള് കുറയായി. നീ ആയിട്ട് പറയട്ടെ എന്ന് കരുതി ഞാനും മിണ്ടാതാണെന്നാ. ഫൈസി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് അവനെ നോക്കുന്നത്. എന്നെ അറിയാൻ നിനക്ക് ആരുടെയെങ്കിലും സഹായം വേണ്ടല്ലോ ഫൈസി. അതുപോലെ തന്നെയല്ലേടാ എനിക്ക് നീയും. ക്രിസ്റ്റി പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഫൈസി അവനെ കെട്ടിപ്പിടിച്ചു. സോറിയടാ, ഞാൻ മനഃപൂർവ്വമല്ല. അവൾക്ക് പോലും അറിയില്ല. ആദ്യം അതിനൊരു തീരുമാനമായിട്ട് നിന്നോട് പറയാൻ കരുതിയിട്ടാ. അവനോട് ചേർന്ന് നിന്നിട്ട് കുറ്റബോധത്തോടെ പറയാൻ ശ്രമിക്കുന്ന ഫൈസിയെ ക്രിസ്റ്റി അടർത്തി മാറ്റി. എനിക്ക് മനസ്സിലാവൂടാ. അവനൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയിട്ട് ചോദിക്കാം അവളോട്. എന്തിനാ എൻ്റെ ചങ്ങാതിയുടെ കൽപ്പ് വിടയിക്കാൻ നീ നിന്റെ കണ്ണ് നിറച്ചു തന്നു? ഞാനില്ല, നീ പോയാൽ മതി. ചിരിയോടെ തന്നെ ഫൈസി അവനെ നോക്കി. ഓ, നിനക്കൊന്ന് കണ്ടാൽ മതിയല്ലോ അല്ലേ? അതിനുവേണ്ടിയല്ലേ മനഃപൂർവ്വം കീയോടെ വെച്ചതും? ക്രിസ്റ്റി ചോദിച്ചാൽ ഫൈസി കള്ളച്ചിരിയോടെ ചുണ്ടുകൾ കടിച്ച് പിടിച്ചുകൊണ്ടവനെ നോക്കി. എന്നാ കള്ളക്കാമുകൻ ചെല്ല്, ഞാൻ ചോദിച്ചിട്ട് നിന്നെ അറിയിച്ചോളാം. ക്രിസ്റ്റി അവൻ്റെ തോളിൽ തട്ടി. ബായ്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഫൈസി കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടല്ല, നീ പറഞ്ഞിട്ട് തന്നെ അവളത് അറിയണം. വാതിൽക്കിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയ ഫൈസിയോട് ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു. പിന്നൊരു കാര്യം, അവൾക്ക് മോഹം കൊടുത്തിട്ടുണ്ടെങ്കിലും ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കണ്ണങ്ങാനും നിറച്ചാലേ നീ കാരണം അവിടെ മനസ്സ് വേദനിച്ചാ അറിയാലോ ഫൈസി നിനക്കെന്നെ. അത് പറയുമ്പോൾ ക്രിസ്റ്റി എന്ന ആംഗ്ലയാണ് ഫൈസിക്ക് മുന്നിൽ നിന്നിരുന്നത്. ജീവൻ പോവേണ്ടി വന്നാലും ഫൈസൽ മുഹമ്മദ് വാക്കുമാറില്ലെന്ന് നിന്നോളം അറിയാവുന്നവരാരുണ്ടടാ ഈ ഭൂമിയിൽ? വാതിൽപ്പടിയിൽ ചാരി നെഞ്ചിൽ കൈകെട്ടിന്നുകൊണ്ട് അവനത് പറയുമ്പോൾ അതിലുണ്ടായിരുന്നു ക്രിസ്റ്റിക്കുള്ള ഉത്തരം. അവൻ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നതിൻ്റെ അടയാളം കൂടിയായിരുന്നു ആ വാക്കുകൾക്കുള്ളിൽ. ക്രിസ്റ്റി ചെല്ലുമ്പോൾ കിടക്കയിൽ മുഖം കുനിച്ചിരിപ്പാണ് മീര. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടോ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റുന്നവരുടെ കണ്ണുകൾ തനിക്ക് പുറകിൽ വീണ്ടും ആരെയോ പരത്തുന്നതറിഞ്ഞതും അവനൊന്ന് ചിരിച്ചു. ഫൈസി പോയി. അവൻ അത് പറഞ്ഞുകൊണ്ട് കിടക്കയിൽ പോയിരുന്നു. എന്തായിരുന്നു ഇത്രയും സങ്കടം? തനിക്കരികിലേക്ക് മീരയെ കൈപ്പിടിച്ചിരുത്തുന്നതിനിടെ ക്രിസ്റ്റി ചോദിച്ചു. ഞൊടിയിട കൊണ്ട് അവൾക്ക് സങ്കടം വന്ന് വിങ്ങി, കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ മുഖം താഴ്ത്തി. കാണാമെന്നിരുന്നു അല്ലേ? പുച്ഛത്തോടെ ക്രിസ്റ്റി ചോദിച്ചു. അതിന് നീ എന്നതിനെ അവളൊക്കെ അറിയുന്നത്? ഞാനിത് കുറച്ച് മുന്നേ പ്രതീക്ഷിച്ചിരുന്ന. ക്രിസ്റ്റി അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് നീ ആരാന്ന് ചോദിച്ചു. ക്രിസ്റ്റിയെ നോക്കി അവളത് പറയുമ്പോൾ കണ്ണുനീർ കവിളിലേക്ക് ഒലിച്ചിറങ്ങി. അതയാളുടെ വിധിയാണ് മീരെ. സ്വന്തം രക്തത്തെ തിരിച്ചറിയാൻ കൂടി കഴിയാതെ അയാൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഇതിനാണ് ഇപ്പം ഈ കരയുന്നത്? അയ്യേ. ക്രിസ്റ്റി മുഖം ചുളിച്ചു. അയാൾക്ക് മുന്നിലും പോയി കണ്ണീരൊലിപ്പിച്ച് നിന്നിട്ട് ആ ഷാരിയാൻ്റിയുടെ വില കളഞ്ഞൊടി നീ? അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. നേരത്തെ ഒരു ചിരിയോടെ ആ ഓർമ്മയിൽ അവളിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് ക്രിസ്റ്റിയെ നോക്കി. അത്താണ്. അവൻ അവളുടെ കവിളിൽ തട്ടി. എനിക്കറിയേണ്ടത് അത് വർക്കീച്ചറിയാനാണ് മീരെ. ക്രിസ്റ്റി അവളോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അതുകൊണ്ട് ഒന്നും ആലോചിച്ച് പോയത് ടെൻഷനാവെ കിടന്നുറങ്ങി നീ. നേരെ ഒരുപാടായി.
അതും പറഞ്ഞ് ക്രിസ്റ്റി തിരിഞ്ഞു. ഇച്ച. അവൻ പുറത്തേക്ക് ഇറങ്ങും മുന്നേ മീര വിളിച്ചു. ഞാൻ ഇച്ചയാണെന്ന് കരുതിയിട്ടാ ഫൈസിക്കാനെ. പാതി പറഞ്ഞിട്ട് മീര ആകുലതയോടെ ക്രിസ്റ്റിയെ നോക്കി. അല്ല, ആ മരപ്പെട്ടി എപ്പോഴാ മോളെ ഫൈസിക്കയായി മാറിയത്? അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചിരിയോടെ അവനെ ചോദിക്കുമ്പോൾ മീര വെപ്രാളത്തോടെ മുഖം ഒളിപ്പിച്ച് പിടിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. ഉറക്കമുണരുമ്പോൾ തന്നെ ക്രിസ്റ്റിക്കൊരു വല്ലായ്മയുണ്ടായിരുന്നു. ചിന്തകൾ കാട് കയറി അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ ഇന്നലെ പാതിരാവോളം ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എത്രയൊക്കെ ധൈര്യപ്പെടുത്തിയാലും എന്തിൻ്റെ പേരിലായിരുന്നാലും ഷാഹിദിനൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരുന്ന സ്വന്തം പ്രാണനെ ഓർത്തവൻ പൊള്ളിപ്പിടഞ്ഞു. അവൾക്കുള്ളിലും ഇതിനേക്കാൾ 1000 ഇരട്ടി നോവായിരിക്കുമെന്ന് അവനറിയാം. താൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ കെട്ടുറപ്പിലാവും ഇന്ന് അവൾ അവന് മുമ്പിൽ പോയി നിൽക്കുന്നതെന്നറിയാം. അതാണ് അവനെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കിയേ പറ്റൂ. എൻഗേജ്മെൻ്റ് എന്നതിനെ മറയാക്കി അവൻ അടുത്ത പ്ലാൻ റെഡിയാക്കുന്നതിന് മുന്നേ എന്നേക്കുമായി അവൻ ഒതുക്കാനുള്ള ഒരു പ്ലാൻ, അത് തനിക്ക് റെഡിയാക്കിയേ പറ്റൂ. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.